അദ്ദുക്കലാപ്രിയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിവിടെ നാം തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. അത് നമ്മൾ മുരിങ്ങക്കായ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും കരുതി കാണും മുരിങ്ങക്കായ വെച്ചിട്ട് കറിയാണ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ തെറ്റിപ്പോയി. അപ്പോൾ നമ്മളിവിടെ മുരിങ്ങക്കായ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഉപ്പേരി കഴിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആരും മുരിങ്ങക്കായ വെച്ച് കറി ഉണ്ടാക്കാൻ തന്നെ പോവില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് മുരിങ്ങക്കായയുടെ ഉപ്പേരിക്ക്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മാത്രമല്ല ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനും സാധിക്കുന്ന ഒരു ഐറ്റമാണ് മുരിങ്ങക്കായയുടെ ഉപ്പേരി. അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 7 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ച് മുരിങ്ങക്കായയുടെ എണ്ണം കൂട്ടാം. പക്ഷെ ഞാനിവിടെ 7 മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ ആദ്യമേ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ മുരിങ്ങക്കായ കട്ട് ചെയ്യാനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങക്കായ ഏകദേശം ഇത്ര പോകുന്ന നമ്മൾ കറിയിലൊക്കെ ഇടുന്ന നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. എല്ലാ മുരിങ്ങക്കായും നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. കൈ വളരെ ശ്രദ്ധിക്കണം. മുരിങ്ങക്കായ മുറിക്കുമ്പോൾ കൈ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ മുരിങ്ങക്കായും നമ്മുടെ കറിയുടെ കഷ്ണത്തിൻ്റെ പാകത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ വീണ്ടും കട്ട് ചെയ്യണം. ഈ മുരിങ്ങക്കായ നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു ട്രയാങ്കിൾ മാതിരി കാണാൻ കഴിയും. ഇതിലെ എല്ലാ വരയിൽ കൂടി നമ്മൾ വീണ്ടും ഇതിനെ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു കഷ്ണത്തിനെ നമ്മൾ വീണ്ടും 3 സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഈ വരയിൽ കൂടെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ തുറന്നു കൊടുത്താൽ അത് പെട്ടെന്ന് മുറിച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഒന്ന് മുറിച്ച് മാറ്റാം. കാരണം എന്താ വെച്ചാൽ എന്നാലേ നമ്മുടെ മുരിങ്ങക്കായയിലെ കഷ്ണത്തിലേക്കൊക്കെ നമ്മൾ ഇടുന്ന അരവ് പിടിക്കുകയുള്ളൂ. അരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും എല്ലാം കൂടെ ഒതുക്കി ഇടുന്നുണ്ട് നമ്മൾ. അത് ഇതിൽ നന്നായിട്ട് പിടിക്കണമെങ്കിൽ ഈ മുരിങ്ങക്കായനെ നമ്മളിങ്ങനെ സ്ലിറ്റായിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും ഇങ്ങനെ ഒന്ന് സ്ലിറ്റായിട്ട് മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇവിടെ എല്ലാ മുരിങ്ങക്കായയുടെ കഷ്ണവും നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് മീൻസ് എല്ലാം സ്ലിറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാത്തിലേക്കും നന്നായിട്ട് എരിവൊക്കെ പിടിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളവും അതുപോലെ കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി വെള്ളം ഒഴിക്കണമെന്നില്ല, കാരണം മുരിങ്ങക്കായ പെട്ടെന്ന് വേവും. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്താലും മതി. അതാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പെട്ടെന്നൊക്കെ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുരിങ്ങക്കായ തീരെ മൂക്കാത്ത മുരിങ്ങക്കായ ആണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മൂത്ത മുരിങ്ങക്കായ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ എടുക്കുമ്പോൾ തളിരായിട്ടുള്ള മുരിങ്ങക്കായ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഉപ്പേരി എന്ന് പറയുന്നത് നമ്മളിവിടെ കോഴിക്കോട് ഭാഗങ്ങളിലേക്കൊക്കെ ഉപ്പേരി എന്ന് പറയും. ഇതിനെ നമ്മൾ തെക്കോട്ട് വരുമ്പം ഇതിനെ തേങ്ങ ഇടുന്നത് കൊണ്ട് ഇതിനെ തോരൻ എന്നും പറയും. അപ്പം നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഈ മുരിങ്ങക്കായ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ മുരിങ്ങക്കായ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടിപ്പോയാൽ നമ്മുടെ അത് ഉപ്പേരി മഞ്ഞ കളറായിരിക്കും. നമുക്കൊരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് നമ്മുടെ ഉപ്പേരി കിട്ടേണ്ടത്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് തിളച്ചതിന് ശേഷം തീ താത്തി വെച്ചതിന് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു 4-5 ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 5 എടുത്തത്. അല്ലെങ്കിൽ നമുക്കൊരു 2-3 പച്ചമുളക് മതിയാവും. ഒരു പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞ് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. മിക്സിയിലേക്ക് ചതച്ചെടുക്കാനുള്ള പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മൾ ചെരുകി വെച്ച ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ തേങ്ങ നന്നായിട്ട് ചതക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മീൻസ് നല്ല തരിതരിപ്പായിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട്. അരഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തേങ്ങ ചതച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങക്കായ വെന്ത് കഴിഞ്ഞാൽ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ഇതൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നല്ലൊരു മണം വരും. മുരിങ്ങക്കായുടെ നല്ലൊരു മണം വരും. വെളുത്തുള്ളി മുരിങ്ങക്കായും ഒക്കെ കൂടെ ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് നമുക്ക് ഇപ്പോഴേ വന്നു തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഈ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇതിൽ പിടിക്കണം നന്നായിട്ട്. ചെറു തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആദ്യമേ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തീ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായുടെ തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ് മുരിങ്ങക്കായുടെ തോരൻ. അപ്പോൾ നമ്മുടെ കറിയിലൊക്കെ ഇട്ടാൽ മുരിങ്ങക്കായ നമ്മൾ കഴിക്കുന്ന മാതിരി തന്നെ ഉപ്പേരിയിലും നമുക്ക് കഴിക്കാം. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെന്തതിന് ശേഷം ഈ കോലിലുള്ള ഇതിൻ്റെ കാമ്പെല്ലാം ഒരു സ്പൂൺ കൊണ്ട് വടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.